ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കോഡെക്സ് എങ്ങനെ കുറച്ചും കൂടി, അതായത് നമുക്ക് ഓരോ വർഷം കഴിയുന്തോറുമാണല്ലോ കോഡെക്സ് വലുപ്പം വയ്ക്കുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ കുറച്ച് പ്ലാൻസ് അത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ, ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതിന്റെയൊക്കെ കോഡെക്സ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണേ. ഇത് നമ്മുടെ അന്നത്തെ ആ വലിയ ഒരു ഫ്ലവർ ഉണ്ടാവണ, വലിയ സൈസ് ഫ്ലവർ ഉണ്ടാവണ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നല്ലേ, അതിന്റെ കോഡെക്സ് ആണ് കേട്ടോ. അതിപ്പോ ഞാൻ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ലിഫ്റ്റ് ചെയ്ത് വെച്ചപ്പോ അതിന്റെ ആ കോഡെക്സിന്റെ വലുപ്പം വേണ്ട. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഫ്ലവർ ഉണ്ടാവണ അതിന്റെ കോഡെക്സ് നോക്കി, നല്ല വലുതായിട്ടില്ലേ. അപ്പൊ ഇതൊക്കെ ഞാനൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ലിഫ്റ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും നല്ല രീതിയിൽ കോഡെക്സ് വലുതായിട്ടുണ്ട്. മിക്ക പ്ലാന്റ്സിന്റെയും അതെ, നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ അന്ന് ആ ബോൺസായി പോട്ടില് നിർത്തിയിരുന്ന വെച്ച ആ പ്ലാന്റ്, അതിപ്പോ ഞാനെടുത്ത് സാധാ ഒരു വലിയ ചട്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നല്ല വലിയ കോഡക്സ് ഉള്ളതായിരുന്നു. പക്ഷെ അതിന് ഫ്ലവറിങ് കുറച്ച് കുറവായതുകൊണ്ട് പിന്നെയും വീണ്ടും ഞാൻ സാധാ പോട്ടിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. മൾട്ടിപെറ്റൽ മണ്ണിന്ന് കുറച്ച് ഉയർത്തി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ നല്ല രീതിയിൽ കോഡക്സ് വണ്ണം വെച്ചോളും. അതേപോലെ ഇത് ഞാൻ ആ ബോൺസായി ആയിട്ട് വളർത്തിയിരുന്ന എൻ്റെ നാടൻ അടീനിയം, അതും ഇതേപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അതിന്റെ കോഡക്സ് ഒക്കെ കണ്ട നന്നായിട്ട് വലുതായിട്ടുണ്ട്. അതുപോലെ ദേ ഇതും. അപ്പോ ഒന്ന് നമ്മുടെ പ്ലാന്റ്സ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാല് മണ്ണിന്റെ അടിയിലേക്ക് നല്ല വളർച്ചയാവും എന്നൊക്കെ മനസ്സിലായില്ലേ. ഇതും എന്റെ കുറച്ച് വലിയ ഒരു കുറച്ചായി ഇത് ഫ്ലവറൊക്കെ ചെയ്തതാണ്. അത് അതിന്റെ കോഡക്സ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, മണ്ണിന്റെ അടിയിലോട്ട് പോയപ്പോഴത്തേക്കും അതിന്റെ കോഡക്സ് നല്ല വലുതായിട്ടിരിക്കുന്ന കണ്ടോ. അപ്പൊ ആ രീതിയിൽ ഇടക്ക് നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കോഡെക്സ് വണ്ണം വയ്ക്കുന്ന ഒരു റിപ്പോർട്ടിംഗ് വന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതില് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് താല്പര്യമുള്ളവര് ഒന്ന് കേറി കാണണേ. ഇത് എൻ്റെ ഒരു അറബിക്കൻ വെറൈറ്റി ആണ്. ഇതും ഞാനിപ്പോ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചതാണ്. വലിയ കോഡക്സ് ഇതിന്റെ പലരും വളർത്തുന്നത് ഇതിന്റെ ഈ ഭംഗി കോഡക്സ് ഇങ്ങനെ ഉരുണ്ട് നല്ല ഇതായിട്ട് എന്താ പറയാ, നല്ല ബോൺസായി ലുക്കിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ അറബിക്കൻ വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഒരു ഫ്ലവർ ചെയ്ത അറബിക്കാണ്. ഇതിന്റെ ഫ്ലവേഴ്സ് എപ്പോഴും നാടൻ പോലെ തന്നെയാണ്. പുതിയ ഒരുപാട് അങ്ങനെ വെറൈറ്റീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതും കുറച്ച് വലിയ പ്രോഡക്ട്സ് ഒക്കെയാണ്. ഒരുപാട് അറബിക്കൻ ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്കെന്തോ ഈ ചെടിയോട് അത്ര താല്പര്യമില്ല. അടീനിയം തന്നെയാണ്, അടീനിയത്തിലെ വേറൊരു വെറൈറ്റി. ഇത് എൻ്റെ അടുത്തൊരു 7-8 വെറൈറ്റി അല്ല, 7-8 ഉണ്ട്. ഇതിന്റെ ഐഡിയ ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. ഇതൊക്കെ അങ്ങനെ വലിയ വലിയ കോഡക്സ് ഉള്ള ഭയങ്കര വലിയ കോഡക്സ്. ഇതിങ്ങനെ ചെടിച്ചിട്ടിങ്ങനെ പെട്ടെന്ന് ചെടിച്ചിട്ട് പോട്ട് നിറയും. എപ്പോഴും നമ്മള് വർഷത്തിലൊരിക്കലെങ്കിലും മസ്റ്റായിട്ട് റീപോർട്ട് ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ് ഈ അറബിക്കം എന്ന് പറയുന്നത്. ലിഫ്റ്റ് ചെയ്തും കൊടുക്കണം, അതുപോലെ തന്നെ റീപോർട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് സൈസ് ബിഗ് കോഡക്സ് ആയിട്ട് വരും. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയായിരുന്നു. ചെടിയുടെയൊക്കെ ചോട്
നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ ഇന്ന് നമ്മുടെ DAP ഇല്ലേ, അത് ഇന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്, ചോട് നല്ല രീതിയിൽ നനഞ്ഞത് കൊണ്ട് നമ്മുടെ DAP ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ച് വേണം കൊടുക്കാൻ. അതുപോലെ ഈ ചോടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഓക്കെ, നല്ല രീതിയിൽ ചെടികളെല്ലാവരും കുളിച്ചിട്ടുണ്ട്. നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് കൊടുക്കുന്നത്. ഇനി 2 ദിവസം ഒന്ന് നനച്ചു കൊടുക്കണം, ഒരു ചെറിയ രീതിയിൽ. മഴ വരികയാണെങ്കിൽ നനക്കൂല, അല്ലെങ്കിൽ നനച്ചു കൊടുക്കും. ഓക്കെ, അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമന്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോകൂ. അപ്പോ പുതിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഈ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.